ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് അഗെയിൻ ആർക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഗൈസ്, അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക. അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ വീഡിയോസ് ലൈക്ക് അടിക്കുക കൂടി വർക്കരുത്. മഴ പെയ്ത ആർക്കിനകത്ത്. ഗൈസ്, അപ്പോൾ നമ്മളുണ്ടല്ലോ ഇന്നൊരു മാന്താ ഫിഷിനെ പിടിക്കാൻ പോകുന്നത്. മറ്റേ തെരണ്ടി കൂട്ട് ജീവിയില്ലേ, അപ്പോൾ അതിനെയാണ് ഇന്ന് പിടിക്കാൻ പോകുന്നത്. നമ്മുടെ മാന്ത കഴിക്കുന്നത് നമ്മുടെ ആംഗ്ലർ ജെല്ലില്ലേ, ആ സംഭവമാണ്. അപ്പോൾ ഞാൻ പോയിട്ട് ഒരു സൂതിങ് ബോംബ് എടുക്കണം. ബാക്കിയെല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട്. ആംഗ്ലർ ജെല്ല് മറ്റേ ആംഗ്ലർ ഫിഷിനെ കൊന്നതിനെ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്തായാലും അതിനെ കൊന്നപ്പോഴേക്കും നമുക്ക് അത്യാവശ്യം കുറേ കിട്ടി. ആംഗ്ലർ ജെല്ലില്ലേ, അത് കുറേ കിട്ടുന്നുണ്ട്. നമ്മുടെ വെഗിനകത്ത് ഇനിയും കിടപ്പുണ്ട് ഐറ്റംസ്. എന്തായാലും നമ്മൾ സൂതിങ് ബോംബ് എടുത്തിട്ടുണ്ട്. ഓക്കെ, സൂതിങ് ബോംബ് ഹോട്ട് ബാറിൽ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നേരെ ടൈം ആക്കാം. ഇത് മറ്റേ പാസീവ് ടൈമാണ്, അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടെ ഈസി ആയിരിക്കും തോന്നുന്നു. നമുക്കപ്പോൾ എന്തായാലും നമ്മുടെ മാന്തനെ പോട്ട് പിടിച്ചുകൊണ്ട് വരാം. അതിനുമുമ്പ് നമ്മുടെ ഇതെവിടെ, അശോ നമ്മുടെ ഡോൾഫിൻ ഇതെവിടെയാണ് കിടക്കുന്നത്. ഗൈസ്, ഞാൻ പോയിട്ടൊന്ന് ഡോൾഫിനെ റീകോൾ ചെയ്യട്ടെ കേട്ടോ. മെഗ്ഗിവിടെ കിടപ്പുണ്ട്. മെഗ്ഗിനകത്ത് അത്യാവശ്യം കിടപ്പുണ്ട്. നമ്മുടെ ആംഗ്ലർ ജെല്ലില്ല, അത് ഇഷ്ടം പോലെ ഉണ്ട്, സീനില്ല. ഇപ്പം എന്തോ 300 ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗൈസ്, അപ്പോൾ നമ്മൾ ഡോൾഫിനെയൊക്കെ റീകോൾ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു ഹൈ ലെവൽ കണ്ടുപിടിക്കണം. ഈ സംഭവം കുറേ ഞാൻ കണ്ടിട്ടുണ്ട്. വെള്ളത്തിനടിയിൽ ഇഷ്ടം പോലെ ഞാൻ കണ്ടായിരുന്നു. മിക്കവാറും ഹൈ ലെവൽ കിട്ടാൻ വലിയ പാടില്ലാന്ന് തോന്നുന്നു. നമ്മൾ പാടില്ല എന്ന് വിചാരിക്കുന്ന സാധനമൊക്കെ ഏറ്റവും കൂടുതൽ പാട്. ഞാൻ ഇപ്പോൾ എന്തായാലും ഒരു ഹൈ ലെവൽ നോക്കട്ടെ. ഗൈസ്, അപ്പോൾ നമുക്കൊരു 190 ഇട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇതിനെ പിടിച്ചാലോ, ഒരു കടി കൊടുത്ത് നോക്കട്ടെ. ഇതിപ്പോൾ എന്താ ഫോളോ ചെയ്യാത്ത, ഒരു കടി കൊടുക്കട്ടെ. നമുക്കൊരു കടി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഫോളോ ചെയ്ത് വരും മിക്കവാറും. അത് ഫോളോ ചെയ്ത് വരുന്നുണ്ട്. ഇത് ഭയങ്കര സ്ലോ ആയിട്ടാണ്. നമുക്ക് കുറച്ച് ടാസ്ക് ആണ് കേട്ടോ ഈ സാധനത്തിനെ പിടിക്കണമെങ്കിൽ തന്നെ. ഇവിടെ നിന്ന് ടൈം ആക്കാൻ പറ്റുമോ ഇതിനാ, നോക്കട്ടെ. ഇവിടെ നിന്ന് ടൈം ആക്കാൻ ഇതിനാ. ഞാൻ സൂതിങ് ബോംബ് കൊടുക്കാൻ പറ്റുമോ നോക്കട്ടെ. അങ്ങനെ ട്രാപ്പിലോട്ട് പോകേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ വെള്ളത്തിൽ ടൈം ആക്കാൻ ഭയങ്കര പാടാണ്. നമുക്കൊന്ന് വെള്ളത്തിൽ നിന്ന് ഇറങ്ങി വയ്ക്കാമല്ലോ. നമ്മളെ ഫോളോ ചെയ്യുന്നു. അയ്യോ, കടിച്ച് പോട്ടെ. ഗൈസ്, ഇതിന് ടൈം ആക്കാൻ കുറച്ച് ടാസ്ക്കാണ് കേട്ടോ. ഞാൻ വിചാരിച്ച പോലെ അത്ര എളുപ്പമൊന്നും അല്ല ഈ സാധനത്തിനെ പിടിക്കാനായിട്ട്. പക്ഷെ അത് വേറെ ഒരെണ്ണം വരുന്നു. ഇത് മറ്റേ മെഗ്ഗിൻ്റെ കൂട്ടായാലോ, ഇതിപ്പോൾ കുറച്ച് ടാസ്ക് ആയാലോ നമുക്ക്. എന്തായാലും നമ്മളെ ഫോളോ ചെയ്ത് വരട്ടെ. നമുക്ക് എന്തായാലും 3 പിടിക്കാൻ വേണ്ടി 3 പിടിക്കാം. എന്നിട്ട് ഓരോന്നിനെ വെച്ചിട്ട് നമുക്ക് മെഗ്ഗിനെ ചെയ്ത പോലെ അങ്ങനെ ചെയ്താൽ പോരെ. കുഴപ്പമില്ല, വരട്ടെ. എന്തായാലും ഫോളോ ചെയ്ത് വരട്ടെ. നമുക്ക് വേഗം നമ്മുടെ ട്രാപ്പിലോട്ട് കൊണ്ടുപോകണം നിങ്ങളെ 3 ഗൈസ്, നമ്മുടെ മെഗ്ഗിനെ നമ്മൾ പിടിച്ചില്ല. സെയിം അവസ്ഥ വന്നേക്കുന്നുണ്ട്. ഒരു കൂട്ടം മണ്ണിട്ട് നമ്മുടെ പുറകിൽ മറ്റേ തെരണ്ടി മീൻ. ഇനിയിപ്പോൾ ഇതിന് ഓരോന്നിനെയും വേർപ്പെടുത്തി എടുക്കണം നമുക്ക്. നമ്മൾ ബേസിൻ്റെ അടുത്ത് എത്താറായുണ്ട്. ഞാൻ എന്തായാലും ഇവരൊക്കെ വഴിയെന്ന് വെച്ച് കണ്ടുമുട്ടിയതാണ് കേട്ടോ. നമ്മുടെ 190 അല്ലാണ്ട് 190 ഇവിടെ ഉണ്ട്. താഴ്ത്തിറങ്ങുന്നു. ഇപ്പോൾ നമ്മളെ ഫോളോ ചെയ്യുന്നു. വീണ്ടും ഇച്ചിയുടെ മേത്ത് കയറുന്നു. ഫോളോ ചെയ്തില്ല അത്. അത് കണ്ടില്ല. അത് തിരിഞ്ഞു പോകണത് കണ്ട. ഇതെന്താ സാധനം ഇത്? ഇതാ നോക്കുക, വലിയൊരു മീൻ. നമുക്കൊന്ന് വെള്ളത്തിൽ ഇങ്ങനെ ഇറങ്ങട്ടെ. പിന്നെ നമ്മൾ ഫോളോ ചെയ്യും. ഓക്കെ, ഫോളോ ചെയ്യും. ഓക്കെ, ഫോളോ ചെയ്യുന്നുണ്ട്. അതാ വലിയ മീനൊക്കെ എന്നെ ഫോളോ ചെയ്ത് വരുന്നത്. ഇല്ല കേട്ടോ, ഇവരെല്ലാവരും ആ വലിയ മീനാണ് ഫോളോ ചെയ്ത് പോകുന്നത്. എന്ത് സാധനമാണിത്? ഇതിന് നമുക്ക് ടൈമാക്കാൻ പറ്റും. ബാസിലോസോറസ്. എന്താ ബാസിലോസോറസ് എന്ത് ജീവിയാണാവോ? കൊള്ളാലെന്തായാലും വലിയ മീൻ. ഗൈസ്, ആ തെരണ്ടി മൊത്തം അതിൻ്റെ പുറകെ പോകണല്ല. എന്താ നമ്മളെ അടുത്തൊന്നും പറയാതെ ഞാൻ വെള്ളത്തിൽ നിന്ന് ഇറങ്ങി. നമ്മുടെ ഇച്ചിൻ്റെ മേത്തുനിന്ന് ഇറങ്ങിയിട്ടും നമ്മളത് ഫോളോ ആക്കുന്നില്ല. ഒരു ഇടി കൊടുക്കുക. ഒരു ഇടി കൊടുത്തേ. അശോ ഗൈസ്, നമ്മൾ സൂമ്പി കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ പെട്ടി പോയി കേട്ടോ. അതിന് കിട്ടൂല തോന്നുന്നു. ബെസ്റ്റ്. ഞാൻ നമ്മുടെ പെട്ടിയാന്ന് പറഞ്ഞത് വന്നേക്കുന്ന ഡ്രോപ്പിൻ്റെ അടുത്തായിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും കുഴപ്പമില്ല. നമുക്കെന്തായാലും ഈ സംഭവം ശരിയാക്കണം. ആകെ കൂടി ഇത് മാത്രം റെഡി ആക്കിയാൽ മതി. നമ്മുടെ വാളില്ലേ, ആ സ്റ്റോണിൻ്റെ, അത് മാത്രം സെറ്റാക്കി കിട്ടിക്കാനാൽ പിന്നെ കുഴപ്പമില്ല. ഗൈസ്, ഞാനിപ്പോൾ എന്തായാലും വേഗം പോട്ടെ അതൊന്ന് റെഡി ആകട്ടെ. അത് മാത്രം റെഡി ആക്കി കിട്ടിയാൽ മതി. പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നേലും എടുക്കാം, സീനില്ല. അതിൻ്റെ ആംഗ്ലർ ഫിഷ് ഫോളോ ചെയ്ത് വരുന്നു കേട്ടില്ല. ഇതാണ് ട്രാപ്പ്. നമ്മൾ നേരെ ഇതിൻ്റെ ഉള്ളിൽ ഇതിനെ കൊണ്ടുവരും. എന്നിട്ട് മറ്റേ കല്ല് വെച്ചിട്ട് ഇത് അടക്കും. അങ്ങനെയാണ് എൻ്റെ ഇത് എത്രത്തോളം സക്സസ് ആവുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. നമുക്ക് നോക്കാം എന്തായാലും. ഓക്കെ, നമ്മുടെ 190 കിട്ടിയിട്ടുണ്ട്. വെള്ളത്തിലോട്ട് ചാടുക. നമ്മൾ വിട്ട്. ഗൈസ്, നമ്മൾ വീണ്ടും സൂം കേട്ടോ. ഫോളോ ഓൾ. നമ്മുടെ ഡോൾഫിന് നമ്മൾ ഫോളോ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. നീന്തി വേഗം കരയിൽ കയറാൻ പറ്റുമോ നോക്കട്ടെ. കര കയറിക്കഴിഞ്ഞാൽ രക്ഷപ്പെട്ട്. ഇല്ല, നമ്മൾ വീണ്ടും ചാവുമെന്ന് തോന്നുന്നു ഗൈസ്. കരയിൽ നിന്ന് ഓടി കയറാൻ പറ്റിക്കഴിഞ്ഞാൽ രക്ഷപ്പെട്ട്. ഇല്ലെങ്കിൽ നമ്മൾ പെട്ട്. മാന്ത പുറക്കാൻ ഞാൻ തിരിഞ്ഞു നോക്കൂല. എന്തായാലും ഞാൻ തിരിഞ്ഞു നോക്കൂല. ചിലപ്പോൾ ആ മാന്ത നമ്മളെ കടിക്കും. അതെല്ലാത്തിനും കൊല്ലുന്നു. പാസീവ് ആക്കി നോക്കട്ടെ.
ഗൈസ് നമ്മൾ വീണ്ടും സത്തുപോയി. കുഴപ്പമില്ല, നമുക്ക് പ്രശ്നമില്ല. ഇവിടെ അടുത്ത് തന്നെയാണ് നമ്മൾ സത്തിരിക്കുന്നത്. നമ്മൾ വീണ്ടും വരും. അങ്ങനെ രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ സത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മൾ ഒന്നിലും നമ്മൾ തളരരുത്. ഇപ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ തോറ്റുപോയാലും നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യവും നമ്മൾ തോറ്റുപോയാലും നമ്മൾ വീണ്ടും പരിശ്രമിക്കണം. യെസ് ഗൈസ്, അങ്ങനെ അറ്റംപ്റ്റ് നമ്പർ 3. ആദ്യത്തെ ഫെയിലായി, രണ്ടാമത്തെ ഫെയിലായി. കുഴപ്പമില്ല, നമ്മളിപ്പോൾ ഇത്രയും അടുത്തേൽ എത്തിച്ച് നമ്മുടെ മാന്തേന. പിന്നെ ബാക്കിയെല്ലാം നമ്മുടെ ഇച്ചി കൊന്നിട്ടുണ്ട്, അതുകൊണ്ട് സീനില്ല. ഗൈസ് അങ്ങനെ നമ്മൾ നമ്മുടെ മാന്തേൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അറ്റംപ്റ്റ് നമ്പർ 3 നമ്മളൊരു കടി കൊടുക്കുന്നു. ഇപ്രാവശ്യം ഞാൻ ഡോൾഫിൻ്റെ മേത്തുനിന്ന് ഞാൻ ഇറങ്ങൂല. വെറുതെ എനിക്ക് വയ്യ എപ്പോഴും ചത്ത് ഇതാവാനായിട്ട്. ഇപ്രാവശ്യം നമ്മൾ ബുദ്ധിപരമായി കളിക്കണം. ഓ ലാഗുണ്ട്, നല്ല ലാഗുണ്ട്. കടി കൊള്ളുന്നില്ല ഡോൾഫിൻ്റെ. നമുക്കേ വെള്ളത്തിൽ നിന്ന് തന്നെ ഇറങ്ങാം, എന്നിട്ട് ഡോൾഫിൻ്റെ മേത്ത് കയറാൻ പോവുക. ഓക്കെ, നമ്മളെ ഫോളോ ചെയ്ത് വരുന്നുണ്ട്. ബാബാ വേഗം അടുത്തോട്ട് വാ. നിന്നെ ട്രാപ്പ് ആയിട്ട് വേണം എനിക്ക് നിന്നെ ടൈം ആക്കാൻ. ഗൈസ് ഇതെന്ത് പറ്റി? ഭയങ്കര ലാഗാണല്ലോ ഇപ്പാ. ഓ എൻ്റെ ദൈവമേ. ഓക്കെ, മാന്ത അടുത്തെത്തിയിട്ടുണ്ട്. അത്യാവശ്യം അയ്യോ അതവിടെ പോയി. അതാ നിൽക്കുന്നതാ. അത്യാവശ്യം അത് നമ്മുടെ അടുത്തെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ഡോൾഫിൻ ഇവിടെ പാർക്ക് ചെയ്യുന്നു. ഡോൾഫിൻ ഇവിടെ നിൽക്കുക കേട്ടോ. അയ്യോ അത് വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് നേരെ നീന്തിയിട്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് അതിന് ട്രാപ്പ് ചെയ്യട്ടെ. കയറി വേഗം ഇതിൻ്റെ അകത്തോട്ട് കയറി കേട്ടോ. ഓക്കെ, അതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അയ്യോ അത് തിരിച്ചു പോയി. ഇതേതാ ലെവല്? ഓ ഇതാണ് 190. വേഗം അകത്തോട്ട് കയറി. നല്ല കുട്ടിയായിട്ട് അകത്തോട്ട് കയറി. ഞാൻ നല്ലപോലെ നോക്കിക്കോളാം. ഞാൻ നല്ല ഭക്ഷണമൊക്കെ തന്നിട്ട് സെറ്റാക്കി തരാം നിന്നെ. ഭയങ്കര ഒട്ടും അനുസരണമില്ല കേട്ടോ. എന്തിനെ ഞാൻ അനുസരണ പഠിപ്പിക്കടാ. കിട്ടി ഗൈസ്. ഫൈനലി നമ്മൾ നമ്മുടെ മാന്ത എങ്ങനെ ട്രാപ്പാക്കിയിരിക്കുകയാണ്. എൻ്റെ മോനെ, അവസാനം നിന്നെ കിട്ടിയടാ. നിനക്ക് ഞാൻ കാണിച്ചു തരാം. നീ ഇത് ചെയ്തെന്നുള്ളതല്ല. ഇല്ലടാ, ഞാൻ നിന്നെ നല്ലോണം നോക്കിക്കോളാം. ഗൈസ് ഞാൻ എന്തായാലും ഒരെണ്ണം കൂടെ മുകളിൽ സെറ്റായിട്ട് നമുക്ക് കുറച്ച് താച്ച് വേണം. താച്ച് എടുത്തിട്ട് ഒരെണ്ണം കൂടെ മുകളിൽ സെറ്റായിട്ട് പറയാൻ പറ്റില്ല. നമ്മൾ ചിലപ്പോൾ ടീമാക്കുന്ന സമയത്ത് മുകളിൽ കൂടെ ചാടിപ്പോൾ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും മുകളിലും കൂടെ ഒന്ന് ഞാൻ റെഡി ആക്കട്ടെ കേട്ടോ. ഈ ഒരു ഭാഗത്തും കൂടെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ. ഫൈനലി നമ്മുടെ ട്രാപ്പിൽ അങ്ങനെ നമ്മുടെ മാന്ത കയറിയിരിക്കുകയാണ്. ഓ ഒരുപാട് നേരത്തെ കഷ്ടപ്പാട്. നമ്മൾ മൂന്നാമത്തെ ട്രൈ ആണത് ഗൈസ്. കണ്ടില്ല, നമ്മൾ ഇപ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ തോറ്റുന്ന മാറി നമ്മൾ തളർന്ന് നിൽക്കരുത്. നമ്മൾ വീണ്ടും ട്രൈ ചെയ്യണം. ഇനി പോയിട്ട് നമ്മുടെ സൂതിങ് പോവും, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ആംഗ്ലർ ജെല്ലും എടുത്തുകൊണ്ട് വന്നാം. ആംഗ്ലർ ജെല്ല് നമ്മുടെ ഇവൻ്റെ കിടപ്പുണ്ട്, നമ്മുടെ മെഗിൻ്റെ അടുത്ത് കിടപ്പുണ്ട്. സൂതിങ് പോവും നമ്മുടെ ബേസിനകത്തും കിടപ്പുണ്ട്. ഇനിയിപ്പോൾ വേഗം പോയത് എടുക്കട്ടെ ഗൈസ്. അപ്പോൾ നമ്മൾ സൂതിങ് ബോംബ് എടുത്തിട്ടുണ്ട്. ഞാൻ എന്തായാലും FPP ആക്കി വെക്കട്ടെ, അല്ലെങ്കിൽ മര്യാദ കാണാമല്ല ഗൈസ്. അപ്പോൾ നമ്മൾ സൂതിങ് ബോംബ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗൈസ് ഇവൻ്റെ അടുത്ത് പോയിക്കാൻ അവൻ അപ്പത്തിന് ഇതാക്കുകയാണ് കേട്ടോ. ഇതിന് സൂതിങ് ബോംബ് കൊടുക്കാൻ പറ്റില്ലല്ലേ? ശരിയില്ല. 2.5 ഒക്കെ വെച്ചിട്ടാണ് കയറുന്ന. സൂതിങ് ബോംബ് കൊടുക്കാൻ പറ്റുന്നുണ്ടല്ലോ. പിന്നെന്താ ഫസ്റ്റ് ടൈം എന്താ സൂതിങ് ബോംബ് എനിക്ക് കൊടുക്കാൻ പറ്റായിരുന്നേ? ഇപ്പോൾ 2.5 വെച്ചിട്ടാണ് ഫസ്റ്റത്തെ സൂതിങ് ബോംബ് ഇല്ലാണ്ട് കയറിയത്. ഞാൻ അടുത്തെന്നപ്പോഴേക്കും സൂതിങ് ബോംബ് കൊടുക്കുന്ന ഒരു സംഭവം എനിക്ക് കാണിച്ചു തന്നില്ല. വെയിറ്റ് അൺടിൽ ഇറ്റ് ഹംഗ്രി അഗെയിൻ. കണ്ടില്ലേ, ഈ ട്രാപ്പ് ഉള്ളത് കൊണ്ട് നമുക്ക് ഇവനെ പെട്ടെന്ന് ഇങ്ങനെ ടീമാക്കാൻ പറ്റും. ഇതെനിക്ക് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞു തന്ന ഐഡിയ ആണ്. നമ്മളിങ്ങനെ ട്രാപ്പ് ചെയ്തിട്ട് ഗൈസ് നിങ്ങൾ ഇതുപോലെ ഇങ്ങനെ ഈസി വഴിയൊക്കെ എനിക്ക് പറഞ്ഞു. അപ്പോൾ എനിക്കധികം റിസർച്ച് ചെയ്യേണ്ടി വരില്ല. അങ്ങനെ ഇപ്പോൾ നമ്മൾ എൻ്റെ അടുത്ത് പറഞ്ഞ ട്രാപ്പ് സെറ്റ് ചെയ്യുക, എന്നിട്ട് മാന്തനെ വേഗം ആ ട്രാപ്പിലോട്ട് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ടീമാക്കിയാൽ മതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ, നമുക്ക് ഈസി ആയിട്ട് ഇപ്പോൾ ടീമാക്കാൻ പറ്റി ഗൈസ്. അങ്ങനെ കുറേ നേരത്തിന് ശേഷം നമ്മുടെ മാന്ത അങ്ങനെ സെക്കൻഡ് ഫീൽഡിലോട്ട് വന്നിരിക്കുകയാണ്. കണ്ടില്ല, ഇപ്പോൾ 27.9% വെച്ച് കയറുന്നുണ്ട്. നമ്മൾ ഫസ്റ്റ് സൂതിങ് ബോംബ് എനിക്കങ്ങനെ കൊടുക്കാൻ പറ്റിയില്ല. നമ്മൾ സൂതിങ് ബോംബ് ഉള്ള സമയത്ത് പാസീവ് ടൈം ആകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുമല്ല, യൂസ് സൂതിങ് ബോംബ് ടു ഫാസ്റ്റ് അങ്ങനെ എന്തോ സംഭവം ഇത് കാണിക്കൂലേ. പക്ഷെ അത് അയ്യോ പോലെ അടുത്തോട്ട് പോലെ അവനൊരു കടിക്കുള്ളതുള്ളൂ നമ്മൾ. അപ്പോൾ അതെൻ്റെ ഒരു ഫസ്റ്റ് ടൈം എൻ്റെ കാണിച്ചില്ല. ഞാൻ പിന്നെ ഈ ഒരു ലെയറും ഇപ്പോൾ കണ്ടില്ല, ഇപ്പോൾ പടപടയെന്ന് കഴിക്കുന്നുണ്ട് അവൻ. നല്ലോണം കഴിക്കുക കേട്ടോ. ഓക്കെ, 53.3% ഞാൻ ഒരെണ്ണം കൂടെ വെച്ചിട്ടുണ്ട്. കാരണം ഇതിങ്ങനെ മുകളിലോട്ട് പറന്നു പോകുന്ന കൂട്ടൊക്കെ കാണുന്നു. എനിക്കിപ്പോൾ ഒരു പേടി. നമ്മൾ മൂന്നാമത്തെ പ്രാവശ്യമാണ് നമ്മളിതിനെ പിടിച്ചത്. അപ്പോൾ ഇനിയും നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് വരുത്തിയിട്ട് അതിനെ വീണ്ടും കളയാൻ എനിക്ക് മനസ്സില്ല. ഇനിയിപ്പോൾ വേഗം കയറിക്കോളൂ. 53.3% ഇനിയിപ്പോൾ പെട്ടെന്ന് ഫുഡ് എടുത്തോളൂ. 94 ലെവല് കിട്ടും. ദാ വീണ്ടും വന്നിട്ടുണ്ട്. പക്ഷേ അത് ഞാനാണ് വന്നത്. 78.7. മിക്കവാറും അടുത്തതിലൂടെ നമ്മുടെ മാന്ത ഫിഷ് അങ്ങനെ ടീമാവുമായിരിക്കും, അറിയില്ല, നമുക്ക് നോക്കാം.
ഇനിയിപ്പോൾ മാന്തയുടെ സാഡിൽ എത്രയാണെന്ന് നോക്കട്ടെ. MAN മാന്ത. ഓക്കെ, ലെവൽ 28 സ്മിത്തിൽ കളർക്രാഫ്റ്റ് ആക്കുന്ന സീനില്ല നമുക്ക് എന്തായാലും. ഇപ്പോൾ ഇതിനെ ടൈം ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് നേരെ സ്മിത്തി പോട്ട് അതിൻ്റെ സാഡിലൂടെ ക്രാഫ്റ്റ് ചെയ്യാം. കഴിക്കി. ഓക്കെ, ഫൈനലി നമ്മുടെ മാന്ത അങ്ങനെ ടൈം ആയിട്ടുണ്ട്. ലെവൽ 284. അങ്ങനെ കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം നമ്മൾ നമ്മുടെ മാന്തയെ അങ്ങനെ ടൈം ആക്കിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇനിയിപ്പോൾ നമുക്ക് നേരെ നമ്മുടെ സാഡിൽ ക്രാഫ്റ്റ് ചെയ്യണം. ഇനി സാഡിൽ ക്രാഫ്റ്റ് ചെയ്യാൻ എന്തൊക്കെ ഐറ്റംസ് വേണമെന്ന് ആർക്കറിയാം. മെറ്റലിംഗ് കോട്ടൊന്നും ചോദിക്കാണ്ടിരുന്നത്. മെറ്റലിംഗ് കോട്ടൊന്നും ഇല്ല നമ്മുടെ കയ്യിൽ ഈ ഒരു ബേസിനകത്ത്. ഇതാണ് മെറ്റലുണ്ട്. എല്ലാം ഉണ്ട് കേട്ടോ. നമുക്ക് ഫ്ലിൻറ്റ് മാത്രം മതി. ഭാഗ്യം. മെറ്റൽ അപ്പുറന്ന് കുറച്ച് ഇവിടെ കൊണ്ടുവന്ന് വെക്കണം. ഞാൻ എന്തായാലും ഓഫ്ലൈൻ പോയിട്ടേ നമ്മുടെ ആർജൻ്റെ മേത്ത് കയറ്റിയിട്ട് കുറച്ചധികം മെറ്റൽ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. നമ്മുടെ വേസ്റ്റോട്ട് കൊണ്ടു നോക്കണം. കാരണം ഒരാവശ്യത്തിന് മെറ്റൽ എടുക്കാൻ പറ്റുന്നില്ല. പിന്നെ നമ്മുടെ ഈ ഏരിയയിൽ മെറ്റലും ഒന്നുമില്ല ഗൈസ്. അതുപോലെ തന്നെ ഞാൻ ബേസ് ജസ്റ്റ് ഒന്ന് മാറ്റിയാലോ എന്നൊരു ഇതുണ്ട് എൻ്റെ മനസ്സിൽ. കാരണം എല്ലാ റിസോഴ്സും ഉള്ളൊരു സ്ഥലത്ത് വെക്കണം എന്നുണ്ട് എനിക്ക് ബേസ്. അത് എത്രത്തോളം ഞാൻ ചെയ്യുമെന്ന് അറിയാൻ പാടില്ല. കാരണം നല്ല പാടാണ്. അതുകൊണ്ട് വേറെ വലിയ കാരണമൊന്നുമില്ല ഗൈസ്. നമ്മൾ റീകോൾ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ മാന്തോട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. കുറച്ചുകൂടെ വെള്ളത്തിന് ഓക്കെ വന്നിട്ടുണ്ട്. റൈഡ്. സീൻ. വെള്ളത്തിൽ നമ്മൾ പകുതി വെള്ളത്തിലും മാന്ത വെള്ളത്തിനടിയിലും. മോനെ ഗൈസ്, സാധനം കൊള്ളാം. ഇത് പറക്കുമോ? ഇത് പറക്കൂല. വെള്ളത്തിനടിയിൽ മാത്രം പോകുള്ളൂ ഗൈസ്. സാധനം കൊള്ളാട്ടാ. പക്ഷേ സ്പീഡ് എന്നാലും കുഴപ്പമില്ല. വേറെ എന്തെങ്കിലും അറ്റാക്കിങ് എബിലിറ്റീസ് സംതിങ് ഒന്നുമില്ല. കൊള്ളാം കേട്ടോ. ഇങ്ങനെ മുകളിലോട്ട് പോകും, താഴത്തോട്ട് പോകും. സെറ്റ് സാധനം. ഇത് മുകളിൽ കയറി നിൽക്കുന്നുണ്ട് നമ്മൾ. ആംഗ്ലർ ഫിഷിന് കടി കൊടുത്തു നോക്കട്ടെ. ഇതെങ്ങനെ കടിക്കുന്നത്? വാല് വെച്ച് കുത്തുന്നതാ. ഒമ്പോടാ. ഇതെന്തായാലും വലിയ ജീവിയുടെ അടുത്തൊന്നും പോകണ്ട. ചെറിയ ജീവിയുടെ അടുത്ത് മാത്രം നമുക്ക് പോയാൽ മതി. കാരണം ഹെൽത്തും കാര്യങ്ങളും ഇല്ല. നമ്മൾ ഇതിനോട് മെഗ്ഗിൻ്റെ അടുത്തൊക്കെ പോയി കഴിഞ്ഞാൽ മെഗ്ഗ് വേണമെങ്കിൽ കടിച്ച് കീറിക്കളയും. കടിക്കുക. വാല് കൊണ്ട് കുത്തുന്നതാ കണ്ട. പോടാ. ഇതെന്താ തിരിച്ചൊന്നും അറ്റാക്ക് ചെയ്യുന്നില്ലല്ലോ ആരും. ഇതിനെ തിരിച്ച് അറ്റാക്ക് ചെയ്യൂല. കൊള്ളാം കേട്ടോ. ആര് പറഞ്ഞ് തിരിച്ച് അറ്റാക്ക് ചെയ്യുന്നു? അവൻ കടിക്കുന്ന തന്നെ. ഗൈസ് സെറ്റ് സാധനം ആണ് കേട്ടോ ഇത് ഗൈസ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഇവിടെ ഇത്രേ ഉള്ളൂ. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു കേട്ടോ. മാന്ത സാഡിൽ എനിക്ക് പ്രത്യേകിച്ച് ഇഷ്ടപ്പെട്ടു. കണ്ട പകുതി കരേൻ്റെ മുകളിൽ പകുതി വെള്ളത്തിലും. സെറ്റ് സാധനം. അപ്പോൾ അടുത്ത എന്തായാലും ഞാൻ മെഗത്തേർത്തിനെ പിടിക്കാനാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ മെഗത്തേർത്തിൻ്റെ സ്പോൺ ലൊക്കേഷനൊക്കെ ഒന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ 15 ഇന്നത്തെ ടാർഗറ്റ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, സന്തോഷിക്കൂ. അങ്ങനെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡിൽ കാണുന്നവരെ ബൈ.